ഹലോ ഷാലോം, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുത്തൻ താളുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു വിങ്ങലോടെ വായിച്ചു തീർത്ത മലയാള സാഹിത്യത്തിലെ ചെറുകഥ ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ അമ്മ എന്ന ചെറുകഥയാണ്. മാതൃത്വം നിറഞ്ഞു തുളുമ്പി ഉള്ളിലെ ആകുലതകളും വേദനകളുമെല്ലാം അടുപ്പത്ത് പരിപ്പ് കരിയുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന അമ്മയുടെ പ്രതികരണം ഹൃദയം കൊണ്ട് വായിക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്നു പിടയും. അതവിടെ നിൽക്കട്ടെ. ആരാ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ അല്ലേ? കാർബൺ ഫിലമെന്റ് ഉപയോഗിച്ച് ആദ്യത്തെ ബൾബ് ഉണ്ടാക്കുന്നതിന് മുൻപേ 6000-ൽ കൂടുതൽ വസ്തുക്കൾ ഫിലമെന്റിന് അനുയോജ്യമാണോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എഡിസൺ. ഇത്രയധികം ക്ഷമയോടെ കാത്തിരുന്ന് പ്രവർത്തിച്ച എഡിസൺ പഠനത്തിൽ പിന്നോക്കമായിരുന്നു. സ്കൂളിൽ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുമില്ല. പിന്നെ ആരാണ് ഇദ്ദേഹത്തിന് അറിവ് പകർന്നു കൊടുത്തത്? അത് നാൻസി മാത്യൂസ് എലിയറ്റ് ആണ്. എഡിസന്റെ അമ്മയാണ്. പുസ്തക വായനയിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തുമൊക്കെ ലോകത്തിൽ ഏറ്റവും ബഹുമാന്യനായ ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറി. നാൻസി മാത്യൂസ് എന്ന അമ്മയുടെ സാന്നിധ്യം അദ്ദേഹത്തെ മാറ്റി. ഓരോ വ്യക്തിയുടെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും പിന്നിൽ ഒരമ്മയുടെ കാത്തിരിപ്പും വേദനകളും സ്വപ്നങ്ങളുമില്ലേ? നമ്മുടെ അമ്മയ്ക്ക് എഴുതിയാലോ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ? അമ്മയ്ക്കുള്ള ലെറ്ററിൽ എന്തെഴുതണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമ്മ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു അനുഭവം അതിൽ എഴുതി ചേർക്കാൻ മറക്കേണ്ട. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ സ്നേഹപൂർവ്വം അമ്മയ്ക്കായി മാറ്റിവെക്കാം. ആർക്കൊക്കെ അയക്കാൻ മറന്നാലും ഇന്നീ സന്ദേശം അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ മറക്കേണ്ട. നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.